നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല രുചിയോടുകൂടി ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും കറി ഉണ്ടാക്കി എടുത്താലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ നമുക്ക് വൈകണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് ഈ ഇരിക്കുന്ന ഫിലോപ്പി മീൻ വെച്ചിട്ടാണ് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 700 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ കറിയിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ പൊടികളൊന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു കൊഴുപ്പും ഒക്കെ ആയിരിക്കും നമ്മളുടെ മീൻ കറിക്ക്. അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള മൺചട്ടി അങ്ങ് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. മൺചട്ടിയിലൊക്കെ ഇതുപോലെയുള്ള നാടൻ മീൻ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം അളവിൽ ഉലുവ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഉലുവ കംപ്ലീറ്റ് ഒന്ന് പൊട്ടിയ ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഉലുവയും കടുവൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ കടുകൊക്കെ കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 8-10 ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചേക്കുവാണ്. അതങ്ങ് ഇട്ട് കൊടുക്കാം. ചതച്ച് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ചതച്ചിടുവാണെങ്കിൽ ആ ഒരു ചെറിയുള്ളിയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് അങ്ങ് ഇറങ്ങും. അതുകൊണ്ടാണ് ഞാൻ ചതച്ചിട്ട് കൊടുത്തത്. പിന്നെ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനോടൊപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന പൊടികളുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറി വരുന്നത് വരെ മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. 1/2 മുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാല് 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മീൻ കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ 2 കഷ്ണം കുടംപുളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ഒരു 5-10 മിനിറ്റ് ഒന്ന് കുതിർത്ത ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു കട്ട പിടിച്ചിരിക്കുന്ന അരിപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഈ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അതൊന്ന് മറക്കാതെ ചെയ്തിട്ടേക്കണേ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഓരോ ഗ്യാപ്പിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി
ഈ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ തവി വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കുവാണേ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കാൻ മറന്നു പോകല്ലേ. എണ്ണയ്ക്ക് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട, മീൻ കഷ്ണങ്ങൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത്രയും മതി. അതുപോലെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി തിളച്ച് വറ്റി വരട്ടെ. ഇതുപോലെ നല്ല പാകത്തിന് വറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഒരല്പം മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കിടിലൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൺചട്ടി ആയതുകൊണ്ട് വീണ്ടും ആ ചൂടിലിരുന്ന് തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുവാണ്. നല്ല ടേസ്റ്റും നല്ല അടിപൊളി സ്മെല്ലും ഒക്കെയുള്ള ഒരു സൂപ്പർ നാടൻ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയെടുത്തതും എങ്ങനെയാണെന്ന് കണ്ടല്ലോ. വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ഫ്രഷ് കറിവേപ്പില ആ ഒരു തണ്ടോട് കൂടി ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ചോറിനും കപ്പയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കിടുക്കാച്ചി മീൻകറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്